ഇറ്റ് യുവർ സെൽഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾക്ക് നന്നാക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു ഐറ്റം എൽഇഡി ട്യൂബ് 10 വാട്ടിൻ്റെയാണ്. 2 ഫീറ്റിൻ്റെ ഒരു എൽഇഡി ട്യൂബാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നന്നാക്കാമെന്നതിനാണ് ഇന്നത്തെ വീഡിയോ. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് സപ്ലൈ ഡയറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഓണാക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ അഴിച്ച് നോക്കണം. ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ട്യൂബിൻ്റെ രണ്ടറ്റത്ത് 2 ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ജസ്റ്റ് ഇത് കൊണ്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ ആ ക്ലിപ്പ് അങ്ങ് ഊരിപ്പോരും. ഓൾറെഡി ഒരു ക്ലിപ്പ് ഞാൻ ഊരിയിരുന്നു. പിന്നെ വരുന്നതിൻ്റെ റിഫ്ലക്ടറാണ്. റിഫ്ലക്ടർ ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അപ്പോൾ അതിൻ്റെ LED സ്ട്രിപ്പ് കാണാൻ പറ്റും. ഇനിയുള്ള നോക്കേണ്ടത് അതിൻ്റെ LED ഡ്രൈവാണ്. അപ്പോൾ പുറമേ ഉള്ളൊരു വയറുണ്ട്. ആ വയർ അകത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡ്രൈവ് പുറത്തേക്ക് വരുന്നതാണ്. ഇതാണ് എൻ്റെ LED ട്യൂബിൻ്റെ ഡ്രൈവ്. ഈ ഡ്രൈവ് വെച്ചിട്ടാണ് എൻ്റെ LED വർക്ക് ചെയ്യുന്നത്. ഈ വയർ ജസ്റ്റ് ഒന്ന് അകത്തേട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ പുറത്തേക്ക് വരും. ഈ ഡ്രൈവറാണ് ഇതിനെ LED കൊടുക്കുന്ന DC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈ AC സപ്ലൈ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് LED വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ LED സ്ട്രിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്തൊരു റെസിസ്റ്റർ ബേണായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് നന്നാക്കിയാലും ഇത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരു മാർക്കറ്റിൽ നിന്നൊരു പുതിയ ഡ്രൈവ് മേടിച്ചേക്കാണ്. 70 രൂപയുള്ള ഡ്രൈവിൻ്റെ വില. 10 വാട്ടിൻ്റെ ഡ്രൈവ് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഡ്രൈവ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഡ്രൈവ് റീപ്ലേസ് ചെയ്യുന്നതാണ്. അല്ലാതെ അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ ഇത് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അതിനകത്തുള്ള കമ്പോണൻസ് ചിലത് പോയി കാണും. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. അതിലേക്ക് കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. ഒരു സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം എൻ്റെ ഇൻപുട്ട് സപ്ലൈ 2 വയർ കൊടുത്തിട്ടുണ്ട്. ആ 2 വയർ ഡ്രൈവറിലേക്ക് ബോർഡിലേക്ക് കൊടുത്തേക്കുന്ന വയർ വിടിപ്പിക്കുക. ഇനിയുള്ള 2 വയർ LED സ്ട്രിപ്പിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഒരു പ്ലസ് മൈനസ് അതും നമ്മൾ വിടിപ്പിക്കുകയാണ്. അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് പുതിയ നമ്മൾ വാങ്ങിയ LED ഡ്രൈവ് നമുക്കതിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന 2 വയറിനകത്ത് ഇൻസുലേഷൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വയർ സ്ട്രിപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇൻസുലേഷൻ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അതിനകത്ത് അതിൻ്റെ കോപ്പർ നമ്മളൊന്ന് പയ്യെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് സോൾഡർ ചെയ്യണം. ഈ സോൾഡർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിലേക്ക് നമുക്ക് എളുപ്പത്തിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ 2 വയറിലും സോൾഡർ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് 2 വയർ അവിടുന്ന് അതിൻ്റെ പുറമേ നിന്ന് 2 വയർ കണക്ട് ചെയ്തിരുന്നത് ഈ ബോർഡിൻ്റെ LN എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ലൈന് ന്യൂട്രൽ. ആ 2 ടെർമിനലിലേക്ക് നമ്മളിപ്പോൾ ആദ്യം ഊരിയെടുത്ത ആ വയർ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ആ വയർ തന്നെ നേരെ അതിനകത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. സോൾഡർ ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം. ഇപ്പം നമ്മുടെ ഇൻപുട്ട് സപ്ലൈ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനിയുള്ളത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തത് AC സപ്ലൈ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് DC ആണ്. അതിനകത്തേക്ക് 2 വയറുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഈ ഡ്രൈവറിനകത്ത് 2 വയറും ഉണ്ടായിരുന്നു. ഒരു പ്ലസും മൈനസും റെഡും ബ്ലാക്കുമായിട്ട് 2 വയറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് LED സ്ട്രിപ്പിൽ പഴയ വയറും കിടന്നത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. പഴയ ഡ്രൈവറിൻ്റെ വയറാണത്. ഇനി പുതിയ ഡ്രൈവറിൻ്റെ അകത്തുള്ള വയർ നേരെ LED സ്ട്രിപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ അത് വർക്ക് ചെയ്യില്ല. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് ഈ ട്യൂബിനെ ഒന്ന്
ഓൺ ചെയ്ത് നോക്കുകയാണ്. ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ടാണ് ആദ്യം ഞാനൊന്ന് ടെസ്റ്റ് നോക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, വർക്കിംഗ് ആണ്. നമ്മൾ മാറ്റിയ ഡ്രൈവർ വർക്ക് ചെയ്യുന്നുണ്ട്. ട്യൂബും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ സപ്ലൈയിലേക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡ്രൈവർ മാറ്റി ഇനി നേരെ അതിൻ്റെ LED സ്ട്രിപ്പ് അകത്തേക്ക് കയറ്റി വെച്ചു. നമ്മൾ ആദ്യം കണ്ട വയർ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോൾ കൂടുതൽ പ്രഷർ കൊടുക്കാതെ പയ്യെ വലിച്ചാൽ മതി, അല്ലെങ്കിൽ ഡ്രൈവർ ചിലപ്പോൾ അത് വയർ വിട്ടു പോകും. ഡയറക്റ്റ് നമുക്ക് സപ്ലൈയിലേക്ക് കൊടുത്തു നോക്കാം. സേഫായിട്ട് ചെയ്യണം. ഓക്കെ, വർക്കിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇവർ 70 രൂപയ്ക്കാണ് നമ്മൾ ഈ ട്യൂബ് ഇപ്പം നന്നാക്കിയിരിക്കുന്നത്. ഇനി എൻ്റെ 2 സൈഡ് കവറും ഇട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം.